ഇപ്പം നാളെ ഞാൻ പ്ലെയിനിൽ ഫ്ലൈ ചെയ്യണം, ഫോർ എക്സാമ്പിൾ ടച്ച് ദ ക്യാപ്റ്റൻ സേസ് ദാറ്റ് ഈ പ്ലെയിൻ ക്രാഷ് ആവുന്നു, ഞാൻ കരയില്ല, ഐ വിൽ നോട്ട് ഡു എനിത്തിങ്, ഞാൻ പങ്കുച്ച് കളിക്കും, ഐ വിൽ ബി വെരി ഹാപ്പി. അങ്ങനെ എന്താണ് ഇനി ബക്കറ്റ് ലിസ്റ്റിലുള്ളത്? ഡ്രം ലിസ്റ്റ് വരെ കഴിഞ്ഞു, ഒന്നുമില്ല. ഫോർ മീ ലൈഫ് ഇസ് എ സെലിബ്രേഷൻ. എവറി ഡേ ഐ എൻജോയ് മൈ ലൈഫ്. ശരിക്കും കേരളം ഞെട്ടിയ ദിവസമാണ് ഇന്ന്. കാരണം കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാനായ CJ റോയ് ബാംഗ്ലൂരിലുള്ള തന്റെ ഓഫീസിൽ വെച്ച് അന്തരിച്ചു എന്ന വാർത്ത കേട്ട്. ഇത് വെറും ഒരു മരണമല്ല, കാരണം ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഒരു മനുഷ്യന്റെ ദാരുണമായ അന്ത്യം. ലഭ്യമാകുന്ന റിപ്പോർട്ട് പ്രകാരം ജാനുവരി 30 വെള്ളിയാഴ്ച ബാംഗ്ലൂരിൽ വെച്ച് അദ്ദേഹത്തിന്റെ സ്വന്തം കോർപ്പറേറ്റ് ഓഫീസിൽ വെച്ച് സ്വയം വെടിയുതിർക്കുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് റെയ്ഡ് അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളിൽ നടന്നുകൊണ്ട് ഇരിക്കുകയായിരുന്നു. റെയ്ഡ് 3-ാം ദിവസം കടന്ന ഘട്ടത്തിലാണ് ഈ കടുത്ത തീരുമാനമെന്ന് സൂചന. CJ റോയുടെ ഈ തീരുമാനം ബിസിനസ് ലോകത്തിലെ മാനസിക സമ്മർദ്ദങ്ങളെക്കുറിച്ചും ഉദ്യോഗസ്ഥ തലത്തിലുള്ള നടപടികൾ ഒരു വ്യക്തിയെ എത്രത്തോളം മാനസികമായിട്ട് ബാധിക്കും എന്നത് CJ റോയുടെ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഒരു ചർച്ചാ വിഷയം തന്നെ ആണ്. റിയൽ എസ്റ്റേറ്റ്, വിനോദസഞ്ചാരം, പിന്നെ സിനിമ എന്നീ മേഖലകളിൽ ആയിരക്കണക്കിന് ആൾക്കാർക്ക് തൊഴിൽ നൽകിയ ഒരാളായിരുന്നു അദ്ദേഹം. ഏകദേശം 9,000 കോടിയുടെ ആസ്തിയുള്ള ഒരു മനുഷ്യനാണ് ഇന്ന് സൂയിസൈഡ് ചെയ്തിരിക്കുന്നത്. എന്താല്ലേ, എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും ജീവൻ എടുക്കുക എന്നത് ഒന്നിനും പരിഹാരമല്ല.